സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ ചാണ്ടി ഉമ്മന് ഓർത്തഡോക്സ് സഭയുടെ വലിയ പിന്തുണയുള്ള ചാണ്ടി ഉമ്മന് ഇത്തവണ മന്ത്രിസ്ഥാനം കിട്ടിയേക്കുമെന്ന് അറിയുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ ഔട്ട്റീച്ച് സെൽ ചെയർമാനാണ്, KPCC അംഗമാണ്. 2023 ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ വലിയ രീതിയിൽ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയ ഉമ്മൻചാണ്ടിയുടെ മകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ അദ്ദേഹവും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. എറണാകുളത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് VD സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ MG സർവകലാശാല യൂണിയൻ ചെയർമാനാണ്. 5 തവണ നിയമസഭയിൽ എത്തിയിട്ടുള്ള പരിചയസമ്പത്തുള്ള നേതാവ് കൂടിയാണ് VD സതീശൻ. അദ്ദേഹം നേരത്തെ ധനമന്ത്രിയായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായൊക്കെ നേരിട്ട് നിയമസഭയിൽ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലോട്ടറി വിഷയത്തിൽ തോമസ് ഐസക്കുമായി അദ്ദേഹം വാഗ്വാദം നടത്തുന്നതും ഡിബേറ്റ് നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ അനുഭവ സമ്പത്തുള്ള VD സതീശനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ മറ്റേത് വകുപ്പ് ലഭിക്കുമെന്നതും ആകാംക്ഷയാണ്. TJ വിനോദാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്. എറണാകുളത്ത് നിന്ന് അദ്ദേഹം 2 തവണ കൊച്ചി കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറായിട്ടുണ്ട്, 2 തവണ MLA ആയിട്ടുണ്ട്. അപ്പോൾ TJ വിനോദിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് അറിയേണ്ടത്. മറ്റൊരാൾ VP സജീന്ദ്രൻ എന്ന എറണാകുളത്തെ കോൺഗ്രസിലെ സൗമ്യമുഖമായിട്ടുള്ള VP സജീന്ദ്രനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് അറിയേണ്ടത്. 2 തവണ അദ്ദേഹം MLA ആയിരുന്നു. KPCCയുടെയും AICCയുടെയും ഭാരവാഹി എന്ന നിലയിൽ മികച്ച സംഘടനാ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ള VP സജീന്ദ്രനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. മറ്റൊന്ന് TN പ്രതാപനാണ്. തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമായ TN പ്രതാപൻ 3 തവണ MLA ആയിരുന്നു, 1 തവണ MP ആയിരുന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള TN പ്രതാപൻ ജയിച്ചു കയറിയാൽ തീർച്ചയായും മന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരാൾ AP അനിൽകുമാറാണ്. 2 തവണ അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്, 5 തവണ MLA ആയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നുള്ള വണ്ടൂരിൽ നിന്നുള്ള MLA ആയി വീണ്ടും അനിൽകുമാർ ജയിച്ചു കയറുമ്പോൾ UDF അധികാരത്തിലെത്തിയാൽ അദ്ദേഹം മന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരാൾ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ മുഖമായ T സിദ്ദിഖാണ്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. 2021 കൽപ്പറ്റയിൽ നിന്നും നിയമസഭയിലെത്തി. നമുക്കറിയാവുന്ന പോലെ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യുവാക്കളുടെ പ്രധാനപ്പെട്ട മുഖമായ T സിദ്ദിഖ്, ന്യൂനപക്ഷ മുഖമായ T സിദ്ദിഖ് ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെയാണ്. അദ്ദേഹം 3 തവണ MLA ആണ്, പേരാവൂരിൽ നിന്ന് ജയിച്ചു കയറി MLA ആണ്, മുൻ GCC പ്രസിഡന്റാണ്. സൗമ്യമുഖം, ഒപ്പം സാമുദായിക പിന്തുണ, സഭയുടെ പിന്തുണ, ഇതൊക്കെ തന്നെയും സണ്ണി ജോസഫിന് അനുകൂലമാകും. അദ്ദേഹവും ജയിച്ചു കയറിയാൽ മന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് IC ബാലകൃഷ്ണനാണ്. IC ബാലകൃഷ്ണൻ 3 തവണ MLA ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റാണ്, ആദിവാസി കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അതുപോലെ തന്നെ സമുദായ സമവാക്യങ്ങളാണ് ഇത്തവണ ഏറ്റവും പ്രധാന ഘടകമായി വരുന്നെങ്കിൽ IC ബാലകൃഷ്ണനും മന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.